ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിഷോർ ഗോവിന്ദൻ്റെ റൂമിലേക്ക് വരാട്ടത് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗീതാഞ്ജലി മേഡത്തിന് ഞാൻ പ്രൊജക്ട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അതിന് റിപ്ലൈ ഇതുവരെ വന്നില്ലെന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് കിഷോറിനോട് ചോദിക്കുന്നുണ്ട്, താനത് അത് എപ്പോഴാണ് അയച്ചു ചോദിക്കുമ്പോൾ ഇന്നലെ അയച്ചതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് ഗീതാഞ്ജലിക്ക് സൗകര്യമുള്ളപ്പോൾ റിപ്ലൈ തന്നോളൂ, ചിലപ്പോൾ ഒരു ആഴ്ച സമയം എടുക്കും, ചിലപ്പോൾ ഒരു മാസം സമയം എടുക്കുമോ എന്നൊക്കെ പറയുമ്പോഴേക്കും കിഷോർ ഒന്നും തന്നെ മിണ്ടുന്നില്ല. താൻ ചെയ്തേ അത്ര സംതൃപ്തിനല്ലാത്തതുകൊണ്ടല്ലേ താനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ ചെയ്ത വർക്ക് അടിപൊളിയായിരുന്നുണ്ടെങ്കിൽ താൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, മുമ്പ് താൻ ഗീതാഞ്ജലി മേഡം അല്ലേ, മുമ്പ് താൻ എടി പോടി ഗീതു എന്നൊക്കെയല്ലേ വിളിക്കേണ്ടായത്, താൻ ഈ സ്മൈലി ബോൾ കണ്ടോ, ഈ ബോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയ്യിലിട്ട് മടക്കാം, ഉരുട്ടാം, നിലത്തിട്ട് എറിയാം, പൊക്കത്തിട്ട് എറിയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കിഷോർ ഇപ്പോൾ ഓഫീസിൽ ഈ സ്മൈലി ബോൾ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തന്നിട്ട് നിലത്തിട്ട് ഉരുട്ടും, ചവിട്ടിക്കൂട്ടും, പിച്ചി പറിക്കും എന്നൊക്കെ പറയാണ്. അതൊക്കെ കേട്ട് കിഷോറും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഗീതാഞ്ജലിക്ക് എപ്പോൾ സമയം കിട്ടണോ ആ സമയത്ത് തൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് അവൾ അതിനുള്ള മറുപടി പറഞ്ഞോളും, പൊയ്ക്കോ എന്ന് പറയാണ് കിഷോറിനടുത്ത്. കിഷോറിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ദേഷ്യം വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടിയതെങ്കിൽ ഈ ഓഫീസ് തകിടം പൊടിയാക്കായിരുന്നു എന്ന് കിഷോർ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഭദ്രനെയാണ്. ഭദ്രൻ്റെ അടുത്ത് വേലക്കാരിത്തിയും അതുപോലെ തന്നെ ആ ബോഡി ഗാർഡ്സൊക്കെ സാലറി ചോദിക്കുകയാണ്. സാലറി ചോദിക്കുന്ന സമയത്ത് സാലറി കൊടുക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോൾ ഫോണിൽ അക്കൗണ്ടിൽ 0 ബാലൻസ് ഇട്ടോ. അയ്യോ, ഇതിൽ അക്കൗണ്ട് ബാലൻസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിലാസിനി പറയുന്നുണ്ട്, നിങ്ങൾ ചീട്ട് കളിച്ച് കടഞ്ഞ് കാണുമെന്ന് പറയുമ്പോൾ, ഇല്ലടി വിലാസിനി, ഇന്നലെ രാത്രി വരെ എൻ്റെ അക്കൗണ്ടിൽ 27 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുവാണ്. ഇപ്പോൾ കാണുന്നില്ലെന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് വേറെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഭാഗമുണ്ട് പിന്നെ കാണിക്കണത്, പ്രിയ ഇങ്ങനെ രാത്രി ഭദ്രൻ്റെ അടുത്ത് പോയിട്ട് ആ പൈസ ട്രാൻസ്ഫർ ചെയ്തതും ഒക്കെ കാണിക്കുവാണ്. ആ സമയത്ത് വിലാസിന് ചോദിക്കുന്നുണ്ട്, സത്യം പറ മനുഷ്യ, ആ പൈസ എവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, പത്മശ്രീന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി പറയാറുണ്ടെന്ന് പറയുമ്പോൾ, ഓഹോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഭാര്യയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിലാസിനെ ആക്കി പൊട്ടിത്തെറിക്കുക കേട്ടോ. ഇല്ലടി ഇനി എന്നെ വിശ്വസിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഭദ്രൻ. ശേഷം കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു വിജയലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ വിജയലക്ഷ്മി പ്രാർത്ഥനയിലായിക്കോട്ടോ, കീർത്തനയൊക്കെ പാടി പ്രാർത്ഥിക്കുമായിരിക്കും. അപ്പോൾ ആ കീർത്തനം കേട്ട് ഗീതാഞ്ജലി അവിടെ തന്നെ നിൽക്കുവാണ്. അതിനുശേഷം അതന്നെ ആ കീർത്തനം കേട്ട് ഗീത ചെറുതായിട്ടൊന്ന് മയങ്ങി പോകുന്നുണ്ട് ആ നിന്ന നിപ്പിൽ തന്നെ. അപ്പോഴേക്കും വിജയലക്ഷ്മി വരുന്നുണ്ട്, ഹലോ എന്ത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴേക്കും, മേഡത്തിൻ്റെ കീർത്തനമൊക്കെ കേട്ട് ഞാൻ ഒന്ന് മയങ്ങിപ്പോയതാ എന്ന് പറയുമ്പോഴേക്കും, നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം എന്താ നീ വന്നേന്ന് ചോദിക്കുമ്പോൾ, അതെ മേഡം പറഞ്ഞ ബുദ്ധി ഉപയോഗിച്ചിട്ടേ ഞാൻ ചേതൻസ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു, സംശയം അവരെയാണെന്ന്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ പേരിൽ പോലീസ് അന്വേഷണം നടത്താൻ പോകണമെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഇത് നന്നായി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയത് എങ്ങനെയാണെന്നോ തട്ടിക്കൊണ്ടുപോയത് എങ്ങനെയാണെന്നൊക്കെ ചേതൻസ് ഗ്രൂപ്പിനോട് അവർ ചോദിക്കും. അവരല്ലാത്തത് കൊണ്ട് തന്നെ അവരതിനുള്ള തെളിവും കാര്യങ്ങളും നിരത്തുകയും ചെയ്യും. പോലീസിൻ്റെ സംശയം നേരെ നമ്മുടെ രാധികയെടുത്തും വരുണിൻ്റെ അടുത്തൊക്കെ ആകും. അതുകൊണ്ട് തന്നെയാണ് ചേതൻസ് ഗ്രൂപ്പിൻ്റെ പേര് നിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇത് പറയണ്ടേ, ശരിക്കും ചേതൻസ് ഗ്രൂപ്പ് നമ്മുടെ എതിരാളികളാണെന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയണ്ടേ, ബിസിനസ്സിലെ എതിരാളികളാണ്, പക്ഷേ അവരൊരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാനും കാര്യങ്ങൾക്കൊന്നും നോക്കത്തൊന്നുമില്ല. ബിസിനസ്സിലെ എതിരാളികൾ അത് അത്രയേ ഉള്ളൂ. പക്ഷേ ചേതൻ ഗ്രൂപ്പിൻ്റെ മറവില വിജയലക്ഷ്മിയും അതുപോലെ തന്നെ രാധികയും അതുപോലെ തന്നെ വരുണും ഒക്കെ ഇത്രയും തരികിട കാണിക്കണത്. എന്ത് ചെയ്തിട്ടും അവസാനം അവരുടെ തലയിലല്ലേ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് പൊളിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയണ്ടേ, എന്നാലും മേഡത്തിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ അറിയണോ. അപ്പോൾ വിജയലക്ഷ്മി പറയണ്ടേ, എനിക്ക് അവിടെ ഒരു സ്പൈ ഉണ്ടെന്ന് പറയുമ്പോൾ, സ്പൈയോ രേഖ ചേച്ചിയാണോ അയ്യപ്പേട്ടനാണോ ഷിബു ചേട്ടനാണല്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല അത് നീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നൊക്കെ പറയട്ടോ. അപ്പോൾ സമയത്തേക്ക് ഇതൊക്കെ ദേഷ്യം വരുമോ, എന്ത് പറഞ്ഞാലും ഒരു സർപ്രൈസാണ്, എല്ലാത്തിനും സർപ്രൈസ് വെച്ച് നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പിണങ്ങിയിരിക്കാട്ടോ വിജയലക്ഷ്മിയുടെ അടുത്ത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികാമനെയാണ്. രാധികാമ വരുണിനോടും അതുപോലെ തന്നെ അജാസിനോടും പറയുന്നുണ്ട്, പോലീസ് അന്വേഷണം ഇപ്പോൾ ചേതൻസ് ഗ്രൂപ്പിലേക്ക് പോയിരിക്കുകയാണ്, അവരെന്തായാലും അവരെല്ലാം ഇത് ചെയ്തത് കൊണ്ട് തന്നെ അവരെല്ലാം ഉറപ്പിച്ച് പറയും, അവരുടെ കയ്യിലെ തെളിവും കാര്യങ്ങളും ഉണ്ടാവും, തീർച്ചയായിട്ടും പോലീസ് അതിനെതിരെ തന്നെ അന്വേഷിക്കും, അവസാനം അത് ഞങ്ങളിൽ തന്നെ വന്നെത്തും എന്ന് പറയുമ്പോൾ അജാസ് പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്, ഗോവിന്ദ് സാറും തന്നെ വിശ്വസിച്ചിരിക്കുന്നത് എല്ലാത്തിനും കാരണം ആ ഗ്രൂപ്പാണെന്ന് എന്ന് പറയുമ്പോഴേക്കും വരുൺ എടുത്ത വായിക്ക് പറയുന്നുണ്ട്, ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും അജാസ് പറയുന്നുണ്ട്, അതേ മേഡം ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ചേതൻസ് ഗ്രൂപ്പിൽ നമ്മുടെ സുവർണ മുമ്പ് വർക്ക് ചെയ്തിരുന്നത്, അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് 6 മാസത്തിനുള്ള നമ്മുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത്, ഇനി അവൾ വലുതും ആയിരിക്കും അവിടുത്തെ സ്പൈ എന്ന് പറയുമ്പോഴേക്കും രാധികാമയ്ക്ക് ഒരു സംശയം തോന്നും കേട്ടോ. വരുണാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, കാരണം സുവർണയുടെ ആ സ്പൈ വർക്കിൻ്റെ കാര്യം അജാസ് എല്ലാം തന്നെ രാധികാമ അടുത്ത് പറയുക കേട്ടോ. അജാസ് പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്, ചേതൻസ് ഗ്രൂപ്പിൻ്റെ സ്പൈ ആയിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് റിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ തന്നെ വർക്ക് ചെയ്യായിരിക്കും, എന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യണ പോലെ കാണിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കലായിരിക്കും അവളുടെ പണി
എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അജാസ് പറഞ്ഞാലും കാര്യമുണ്ട്, സുവർണയുടെ പല പൊട്ടത്തരങ്ങൾ കാരണമാണ് നമ്മളെല്ലാ കുടുക്കിലും പെട്ടത്, എന്തായാലും സുവർണനെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ രാധികാമ്മ വിചാരിക്കുക കേട്ടോ. അതൊക്കെ കേൾക്കണത് വരുണ്ണാകെ ദേഷ്യം വരികയാണ്. കാരണം സുവർണനെ പൊക്കി കഴിഞ്ഞാൽ വരുണ്ണെ ഉടനെ തന്നെ പൊക്കുമെന്ന് വരുണ്ണറിയാം. അതുകൊണ്ട് തന്നെ വരുണ്ണ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ